സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത സമരത്തിലേക്ക്. സമയമാറ്റം മദ്രസ പഠനത്തെ ബാധിക്കുന്നതായി അറിയിച്ചിട്ടും പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. 10-ന് കോഴിക്കോട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. സ്കൂൾ സമയമാറ്റം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സമസ്ത എതിർപ്പ് അറിയിച്ചതാണ്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തും നൽകി. എന്നിട്ടും തീരുമാനം പുനഃപരിശോധിക്കാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് സമസ്ത ഇറങ്ങുന്നത്. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കൂർ തങ്ങൾ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് തന്നെ രേഖാമൂലം ഒരു അപേക്ഷ ഈ സ്കൂൾ സമയമാറ്റത്തിൽ പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും തന്നെ വ്യക്തമായ ഒരു മറുപടിയോ അതല്ലെങ്കിൽ ഒരാലോചനയോ കൂടിയാലോചനയോ ഒന്നുമില്ലാത്ത രീതിയിൽ ആ സമയമാറ്റ പ്രക്രിയ ഇവിടെ ഗവൺമെന്റ് നടപ്പാക്കുകയാണ് ചെയ്തത്. സ്കൂൾ സമയമാറ്റം മദ്രസ പഠനത്തെ ബാധിച്ചിട്ടുണ്ട്. ക്ലാസ് സമയം വർദ്ധിപ്പിക്കണമെങ്കിൽ പ്രവൃത്തി ദിവസം വർദ്ധിപ്പിക്കുന്ന കാര്യം ആലോചിക്കണമെന്നും സമസ്ത ആവശ്യപ്പെടുന്നു. ഇത് അങ്ങനെ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഭാഗത്തിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ചർച്ച ചെയ്യാം എന്ന രീതി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അത് കമന്റ് ചെയ്തു. ആ നേരത്തെ ആരോടും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനവുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 10-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ MT അബ്ദുള്ള മുസ്ലിയാർ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഹാരിസ് ബിരാൻ തുടങ്ങിയവർ പങ്കെടുക്കും. സമയമാറ്റം പുനഃപരിശോധിച്ചില്ലെങ്കിൽ സമാന മനസ്കരുമായി ചേർന്ന് സംയുക്ത പ്രക്ഷോഭം നടത്തുന്ന കാര്യവും സമസ്ത ആലോചിക്കുന്നുണ്ട്. മീഡിയ 1 കോഴിക്കോട്.